പ്രിയമുള്ളവരെ, നമ്മുടെ അശ്വതി ശ്രീകാന്ത് അവതാരകയാണ്. അവരുടെ ചെറിയ കുഞ്ഞിൻ്റെ കരയുന്ന വീഡിയോ പണ്ടെന്തോ നടന്ന സംഭവമാണ്, അപ്ലോഡ് ചെയ്തു. അപ്പോൾ കുഞ്ഞ് സ്കൂളിൽ പോകാൻ മടിച്ചിട്ട് കരയുന്ന സംഭവം ആണ്. മറ്റുള്ള ആരും അത് കാണാൻ ഇടവന്നിട്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് കുട്ടി വലുതായി അതിൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായത്രേ, മോൾക്ക് സ്കൂളിൽ പോകാൻ മടിയായിരുന്നല്ലേ, കരയുമല്ലേ. ഇപ്പോൾ അശ്വതി പറയുന്നത്, പണ്ടങ്ങനെ ഞാൻ അവളുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പം ഓരോ മെൻ്റൽ സ്റ്റേറ്റാണ്. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഉള്ള ഒരു അമ്മയുടെ മെൻ്റൽ സ്റ്റേറ്റ്, കുട്ടി മുതിർന്നു കഴിഞ്ഞപ്പോൾ ഉള്ള അമ്മയുടെ മെൻ്റൽ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു അവസ്ഥയിൽ, പണ്ടത്തെ അവസ്ഥയിൽ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു അമ്മ എന്തൊക്കെ ചെയ്യും എന്നുള്ളത്, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഇപ്പം മച്യൂർഡായി കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അന്നേരത്തെ അവസ്ഥയിൽ കാണിച്ചു. ഓക്കെ, അപ്പം ഇപ്പോൾ ഞാനിതിനെക്കുറിച്ച് പറയാൻ ഉള്ള ഒരു കാര്യം, എൻ്റെ ഒരു അഭിപ്രായം, അതായത് സോഷ്യൽ മീഡിയ നമ്മുടെ ചെറിയ മക്കൾ ഹാൻഡിൽ ചെയ്യുന്നതിനെക്കുറിച്ച് അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അല്ലാണ്ട് ഫുൾ ടൈം ഫോണിന് ഒരു അഡിക്ഷൻ കൊടുക്കുന്ന വിധത്തിൽ പിള്ളേർക്കൊരു സോഷ്യൽ മീഡിയയുമായിട്ട് ഫുൾ ഇൻഡിപെൻഡൻസ് കൊടുക്കണം എന്നല്ല ആവശ്യപ്പെടുന്നത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിത്തം തന്നെയല്ല, അവരുടെ എക്സ്ട്രാ ആയിട്ടുള്ള കഴിവുകൾ, പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാൻ, എന്താ പറയണ്ടത്, എല്ലാം പക്ക ആയിട്ട് ഉണ്ടാവണമെന്നില്ല. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് സ്വരം എന്നുള്ള സ്വരമാണ്, പക്ഷേ എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്, പാട്ട് കേൾക്കാൻ അതിലപ്പുറത്തെ ഇഷ്ടമാണ്. പക്ഷേ എന്നാലും എനിക്ക് സ്വരം നല്ലതല്ലെങ്കിലും പാട്ട് പാടാൻ ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. പിന്നെ നിങ്ങളെയൊക്കെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി അധികം ഞാൻ പാടാത്തതാണ്. എൻ്റെ മകളും അത് തന്നെ, എൻ്റെ ദൈവം അനുഗ്രഹിച്ച് എൻ്റെ ഈ സ്വരം തന്നെയാണ് അവൾക്കും കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഞാൻ അവളെ കൊണ്ട് കഴിവതും പാടിക്കാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇപ്പോൾ പാട്ട് പാടാൻ കഴിവുള്ളവർ മാത്രം പാടിയാൽ പോരാ, ഡാൻസ് കളിക്കാൻ കഴിവുള്ളവർ മാത്രം കളിച്ചാൽ പോരാ. നമ്മൾ ശ്രമിക്കുക, നമ്മൾക്ക് ചെയ്യാനൊരു കോൺഫിഡൻസ്, അതായത് ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്തു തന്നെയാണേലും ആ അവസ്ഥയിൽ ജീവിക്കാൻ ഒരു കോൺഫിഡൻസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ കുറച്ച് മൊമെൻറ്റ്സ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുകൊണ്ട് തെറ്റൊന്നും സംഭവിക്കാനൊന്നുമില്ല. പിന്നെ ഫണ്ണായിട്ട് അവരെ വെച്ച് ഫണ്ണായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് അവരെ കൂടെ അറിയിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. മോനെ, ഇതൊരു ഫണ്ണാണ്, ഇതൊരു എൻജോയ്മെൻ്റാണ്, ഇത് കണ്ട് എല്ലാവരും ചിരിക്കും, എല്ലാവർക്കും ഒരു ഫണ്ണായിരിക്കും, നീ അതിൽ വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവരത് കൺവിൻസ് ചെയ്തിട്ട് വേണം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അതൊന്ന്. അല്ലാണ്ട് അവരെ പറ്റിച്ച് അവരോട് പറയാണ്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇതിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു വേദിയായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ കാണാം. ഇവിടെ വൾഗറായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇനിയും ആരെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിയമത്തിൻ്റെ വഴിയെ ബാക്കിയുള്ളത് ചെയ്തോളൂ.